ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു NKL എഡിറ്റ്സ്. സോ ഗായ്സ്, നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പ്രിവ്യൂ കണ്ടതുപോലെ ഒരു റെയിൻബോ ടെക്സ്റ്റ് എഫക്റ്റ് എങ്ങനെ നമ്മൾ ലൈറ്റ് മോഷനിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട്, അതായത് നമുക്ക് ഒന്ന് രണ്ട് എഫക്റ്റ് ആഡ് ചെയ്താൽ തന്നെ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്. സോ ഗായ്സ്, നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗായ്സ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക, പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ റേഷ്യോയും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത് ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ശേഷം പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ജസ്റ്റ് NKL എഡിറ്റ്സ് തന്നെയാണ് ടൈപ്പ് ചെയ്യുന്നത്. ശേഷം ഞാനത് സെൻറ്ററാക്കി കൊടുക്കുന്നുണ്ട്. ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടെക്സ്റ്റ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിൽ ഡീഫോൾട്ടായിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റാണ് കൊടുക്കുന്നത്. പക്ഷേ അതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കൊടുക്കാം. ഓക്കെ, ശേഷം ഇതിൻ്റെ കളർ വന്ന് നമ്മൾ വൈറ്റ് ആക്കി കൊടുക്കുക. ശേഷം ടിക്ക് ഓപ്ഷൻ കൊടുത്ത് നമ്മൾ അത് സെറ്റ് ചെയ്യുക. ഇനി നമുക്ക് ഇതിലേക്ക് എഫക്ട്സ് ആണ് ആഡ് ചെയ്യേണ്ടത്. ആ ഒരു ലെയർ സെലക്ട് ചെയ്യുക, എഫക്ട്സ് പോവുക, ആഡ് എഫക്ട്സിൽ വരിക, ഇതിൽ പ്രൊസീജിയറിൽ വരിക. ഓക്കെ, ഇവിടെ വന്നാൽ നമുക്ക് ഫ്രാക്ചറൽ റിഡ്ജസ് എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ഉണ്ട്, അത് വന്ന് ആഡ് ചെയ്യുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സ് കൊടുക്കുക. ഓക്കെ, നമ്മളിത് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പം എവല്യൂഷൻ എന്ന് പറഞ്ഞൊരു മീൻസ് ഒരു ഓപ്ഷൻ കാണും. അവിടെ നമ്മൾ 2 കീ ഫ്രെയിം ആഡ് ചെയ്യണം. ഒരു കീ ഫ്രെയിം ഇതേപോലെ ആഡ് ചെയ്യുക. ദെൻ നമ്മളതിൻ്റെ വാല്യൂ വന്ന് -1ലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഇതേപോലെ -1ലേക്ക് കൊണ്ടുവരിക. ആ ഒരു കീ ഫ്രെയിം ഫസ്റ്റിലായി സെറ്റ് ചെയ്യുക. ദെൻ നമ്മളൊരു കീ ഫ്രെയിം കൂടെ ആഡ് ചെയ്യുക. അതിൻ്റെ വാല്യൂ വന്ന് 1ലേക്ക് സെറ്റ് ചെയ്യുക, +1. അതായത് ഫസ്റ്റ് -1 പിന്നെ എൻഡിലുള്ളത് +1, -1 to +1. ഓക്കെ, ദെൻ ഈ ഒരു കീ ഫ്രെയിം ഇതിൻ്റെ എൻഡിലായിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, നമ്മളിതിൽ നോക്കിയാൽ ഇവിടെ കളർ 1 കളർ 2 ഇത് ബ്ലാക്കും വൈറ്റും ആയിട്ട് സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. മീൻസ് ബ്ലാക്കും വൈറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും, അതങ്ങനെ വെക്കുക. ഓക്കെ, ഇനി അഥവാ വേറെ കളറായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ കളർ 1 ബ്ലാക്കും കളർ 2 വൈറ്റും ആയിട്ട് സെറ്റ് ചെയ്യുക. ദെൻ ഇതിൻ്റെ താഴെയുള്ള ഓപ്ഷൻ വന്ന് 1ലേക്ക് കുറച്ച് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മളത് ക്ലോസ് ചെയ്യുക. ദെൻ ആഡ് എഫക്ട്സിൽ വരിക, കളർ ആൻഡ് ലൈറ്റിൽ വന്നിട്ട് ഇവിടെ താഴെയായിട്ട് സ്പെക്ട്രൽ മാപ്പ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് വന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്കിപ്പോൾ ആ റെയിൻബോ എഫക്റ്റിൻ്റെ ഏകദേശം കിട്ടിയിട്ടുണ്ടാവും, കണ്ടില്ലേ? ഇനി നമ്മൾ ഇവിടെയും 2 കീ ഫ്രെയിം ആഡ് ചെയ്യണം. ഇവിടെ വന്ന് ഫസ്റ്റ് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്യുക, അതിൻ്റെ വാല്യൂ 0. ആ ഒരു കീ ഫ്രെയിം വന്ന് ഫസ്റ്റിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മളൊരു കീ ഫ്രെയിം കൂടെ ആഡ് ചെയ്യുക, അതിൻ്റെ വാല്യൂ വന്ന് നമ്മൾ കുറച്ച് ഇൻക്രീസ് ആക്കി കൊടുക്കുക. ഓക്കെ, ഒരു 2 വരെ ഇൻക്രീസ് ആക്കി കൊടുക്കുക. ഓക്കെ, സെക്കൻഡ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ ഒരു 2ലേക്ക് നിങ്ങൾ ഇൻക്രീസ് ആക്കി കൊടുക്കുക. ദെൻ നമ്മൾ ആ ഒരു കീ ഫ്രെയിം ഇതിൻ്റെ എൻഡിലായി സെറ്റ് ചെയ്യുക. ദെൻ നമ്മളിതിപ്പോൾ പ്ലേ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇതേപോലെ ആയിരിക്കും കിട്ടുക. നമുക്കിതൊരു ചെറിയൊരു പണി ഇവിടെ ബാക്കിയുണ്ട്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുക. ഒരു റെക്റ്റാങ്കിൾ ഒരു 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് ഫിൽ സ്ക്രീൻ കൊടുക്കുക. ദെൻ എഫക്ട്സ്, ആഡ് എഫക്ട്സ്, അതേഴ്സിൽ കോപ്പി ബാക്ക്ഗ്രൗണ്ട് ഫസ്റ്റ് കൊടുക്കുക. ദെൻ ബാക്ക് വരിക. ദെൻ അഗെയിൻ ആഡ് എഫക്ട്സിൽ ബ്ലർ കൊടുക്കുക, ഇതിൽ ബോക്സ് ബ്ലർ കൊടുക്കുക. സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടെ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിക്കായിരിക്കും കിട്ടുക. ഇനി നമ്മൾ ആ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്ത് ബ്ലെൻഡിങ് ആൻഡ് ഓപ്പാസിറ്റിയിൽ പോയിട്ട് ലൈറ്റ് ആൻഡ് സ്ക്രീൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ടാവും. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും എന്തിനാണ് ആ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ഒരു എഫക്റ്റ് കിട്ടിയിട്ട് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം ഇത് നിങ്ങൾ കണ്ടോ. ആ റെക്റ്റാങ്കിൾ ഓഫ് ആക്കുമ്പോൾ നമുക്ക് ഇതേപോലെ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക. ആ റെക്റ്റാങ്കിൾ ഓൺ ആക്കുമ്പോൾ നമുക്ക് ഈ ഒരു രീതിക്ക് വരും. അത് നിങ്ങളുടെ ചോയ്സാണ്. ഞാനിപ്പം ഇതിൽ ആഡ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, ഇതാ നമ്മൾ ഔട്ട്പുട്ട് ഈ ഒരു രീതിക്കായിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇനി എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്.